إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടും ഭയപ്പെട്ടുകൊണ്ടും ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥ മുത്തഖീങ്ങളും മുഅ്മിനീങ്ങളുമായി ജീവിക്കുവാനും മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മകൾ പരമാവധി ചെയ്യുക എന്നതോടൊപ്പം തന്നെ ശ്രമകരമായ ത്യാഗപൂർണമായ ഒന്നാണ് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത്. പരസ്യമായി തെറ്റ് ചെയ്യാൻ മടിക്കുന്ന ആളുകൾ പോലും ഒരുപക്ഷെ രഹസ്യമായ ജീവിതത്തിൽ ചില തിന്മകളൊക്കെ കൊണ്ടു നടക്കുന്നതായിട്ടായി നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ പരസ്യമായി നമ്മൾ തെറ്റ് ചെയ്യാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? ആളുകൾ കാണുന്നുണ്ട്, ആളുകൾ എന്നെക്കുറിച്ച് വിലയിരുത്തും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ. എന്നാൽ രഹസ്യമായി ആരെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ ആരും കാണുന്നില്ല എന്നാണോ നമ്മുടെയൊക്കെ ധാരണ? യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ രഹസ്യമായി തെറ്റ് ചെയ്യുമ്പോഴും അതല്ല മറ്റെന്ത് ചെയ്യുമ്പോഴും അള്ളാഹു ഏർപ്പാടാക്കിയ ചില സാക്ഷികളുണ്ട്. അവരെ മറികടന്നിട്ട് അവർ കാണാതെ ഒരു പ്രവർത്തനം ചെയ്യാൻ പോലും നമുക്ക് സാധ്യമല്ല. നമ്മുടെ ധാരണ ആരും കാണുന്നില്ല എന്നാണെങ്കിലും
നമ്മുടെ ഇണകളും മക്കളും കുടുംബക്കാരും നാട്ടുകാരും അയൽവാസികളും കാണുന്നില്ല എന്നാണ് നമ്മുടെ ധാരണ എങ്കിലും അള്ളാഹു ഏർപ്പാടാക്കിയ ചില സാക്ഷികൾ നമ്മൾ എന്തൊന്ന് ചെയ്യുമ്പോഴും അത് തെറ്റാകട്ടെ നന്മയാകട്ടെ തിന്മയാകട്ടെ അതിനൊക്കെ സാക്ഷികളാണ്. സഹോദരന്മാരെ, പരസ്യമായി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പരസ്യമായി തെറ്റു ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന മനസ്സിൻ്റെ ആ കരുതൽ, ആ വിചാരം നമുക്ക് രഹസ്യമായി തെറ്റ് ചെയ്യുമ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടായാൽ അള്ളാഹുവിൻ്റെ ചില സാക്ഷികൾ ഇതൊക്കെ കാണുന്നുണ്ട് എന്നുള്ള ധാരണ നമുക്കുണ്ടായാൽ രഹസ്യമായിട്ടുള്ള തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കും. അത്തരത്തിൽ അള്ളാഹു ഏർപ്പാടാക്കിയിട്ടുള്ള ചില സാക്ഷികളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ സാക്ഷി അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. നമ്മൾ എന്തൊന്ന് ചെയ്യുമ്പോഴും അതിൻ്റെ ഒന്നാമത്തെ സാക്ഷി അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടിയെ, അള്ളാഹുവിൻ്റെ നോട്ടത്തെ മറികടന്നുകൊണ്ട് ചെറുതായ ഒരു കാര്യം പോലും ചെയ്യുക എന്നുള്ളത് അസംഭവ്യമാണ്. ലോകത്ത് ഒരു ഇല പോലും കൊഴിഞ്ഞു പോകുന്നില്ല അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാതെ. ഒരു സസ്യം പോലും ഭൂമിക്കടിയിൽ നിന്ന് മുളച്ചു പൊന്തുന്നില്ല അള്ളാഹുവിൻ്റെ അറിവില്ലാതെ. പ്രപഞ്ചത്തിൽ ഒരു അനക്കം പോലും നടക്കുന്നില്ല അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് സാക്ഷിയായിട്ടല്ലാതെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അള്ളാഹു തന്നെ പറഞ്ഞു, വല്ലാഹു ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈഇൻ ഷഹീദാ. തീർച്ചയായും അള്ളാഹു ഓരോ കാര്യങ്ങൾക്കും സാക്ഷിയായവനാണ്. ഈ ഒരു ധാരണ നമ്മുടെ മനസ്സിൽ രൂഢമൂലമാകുമ്പോൾ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹു സാക്ഷിയാണ്, ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈഇൻ ഷഹീദാ എന്നുള്ള ഈ വചനത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ മനസ്സിൽ ഉറച്ചാൽ ഏത് തിന്മയിൽ നിന്നും, സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടുമ്പോഴും സാഹചര്യങ്ങൾ നമ്മെ കീഴ്പ്പെടുത്തുമ്പോഴും ഈ ഒരു ധാരണ, ഈ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റിനെയും നാളെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ് എന്നുള്ള ധാരണ നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുജാദിലയുടെ 6-ാമത്തെ സൂക്തത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു, യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ. അള്ളാഹു ഓരോ മനുഷ്യനെയും ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ, ഏത് കാലഘട്ടത്തിൽ ജീവിച്ചവനാണോ ജനിച്ചവനാണോ മരിച്ചവനാണോ എന്നൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം വരാനുണ്ട്. ആ ദിവസത്തിൽ ഫയുനബ്ബിഉഹും ബിമാ അമിലു, അവർ പ്രവർത്തിച്ചതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അറിയിക്കും. അഹ്സാഹുല്ലാഹു, അല്ലാഹു അതെല്ലാം തിട്ടപ്പെടുത്തി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. വനസൂഹു, പക്ഷേ ചെയ്ത മനുഷ്യന്മാർ അത് മറന്നുപോയിട്ടുണ്ട്. നമ്മൾ മറന്നാലും മറക്കാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. എല്ലാ കാര്യത്തിനും അല്ലാഹു സാക്ഷിയാണ്. ഈ ഒരു ധാരണ നമുക്ക് വേണം. അള്ളാഹുവിനെ കുറിച്ച് ഈ ഒരു അറിവ് നമുക്ക് വേണം. ആരോരും കാണുന്നില്ല എങ്കിലും, ഏത് പാതിരാത്രിയുടെ ഇരുട്ടാണെങ്കിലും, ഒരു മനുഷ്യനും നമ്മെ കാണുന്നില്ല എങ്കിലും, ഒരു CCTVയുടെ ദൃശ്യത്തിലും നമ്മൾ പെടുന്നില്ല എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ കാണുന്നുണ്ട്. ഇത് കണ്ടിട്ട് നാളെ പരലോകത്ത് അല്ലാഹു വിചാരണയുടെ സമയത്ത് നമ്മെ അറിയിക്കും എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം. ഇതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് അല്ലാഹു. സൂറത്തു അൽ ജാസിയയുടെ 28-ാമത്തെയും 29-ാമത്തെയും സൂക്തത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കാര്യം ഒന്നുകൂടി പറഞ്ഞു, വതറ, പ്രവാചകരെ താങ്കൾക്ക് കാണാൻ സാധിക്കും, കുല്ല ഉമ്മത്തിൻ ജാഫിയ, നാളെ പരലോകത്തുണ്ടല്ലോ ഓരോ സമുദായവും മുട്ടുകുത്തുന്ന അവസ്ഥയിൽ അതാ അവരെ നിനക്ക് കാണാൻ സാധിക്കും. എല്ലാവരും മുട്ടുകുത്തി അള്ളാഹിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കും, ഭയവിഹ്വലരായി, ഭയചകിതരായി എല്ലാവരും അല്ലാഹുവിന്റെ മുമ്പിൽ അങ്ങ് വന്നു നിൽക്കും. കുല്ലു ഉമ്മത്തിൻ, എന്നിട്ട് അല്ലാഹ് പറയുന്നു, കുല്ലു ഉമ്മത്തിൻ തുദ്ആ ഇലാ കിതാബിഹാ, ഓരോ സമുദായവും അതിൻ്റെ രേഖയിലേക്ക് വിളിക്കപ്പെടും. നമുക്കൊക്കെ കർമ്മങ്ങളുടെ ഒരു കർമ്മഫലം
അത് രേഖപ്പെടുത്തിയ ഒരു രേഖ കിട്ടാനുണ്ട്, ഒരു ഗ്രന്ഥം നമുക്ക് ലഭിക്കാനുണ്ട്. കുല്ലു ഉമ്മത്തിൻ തുദ്ആ ഇലാ കിതാബിഹാ, ഓരോ സമുദായവും അവരുടെ രേഖയിലേക്ക് വിളിക്കപ്പെടും. എന്നിട്ടല്ല പറയും അൽയൗമ തുജ്സൗന മാ കുൻതും തഅമലൂൻ, നിങ്ങൾ ഇഹലോകത്ത് വെച്ച് ചെയ്ത ഓരോ കർമ്മത്തിൻ്റെയും പ്രതിഫലം ഇതാ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. ഇഹലോകത്ത് എന്തൊക്കെ നിങ്ങൾ ചെയ്തു, നന്മയാകട്ടെ തിന്മയാകട്ടെ, അതിനൊക്കെ തത്തുല്യമായ പ്രതിഫലം ഇന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയും ഹദാ കിതാബുനാ, ഇത് നമ്മുടെ ഗ്രന്ഥമാണ്, ഇത് നമ്മളെ രേഖപ്പെടുത്തിയതാണ്, നാം രേഖപ്പെടുത്തിയതാണ്. യൻതിഖു അലൈക്കും ബിൽ ഹഖി, നിങ്ങൾക്കെതിരായി അത് സത്യം തുറന്നു പറയുക തന്നെ ചെയ്യും. നിങ്ങൾ വായ കൊണ്ട് എത്ര കളവ് പറയാൻ അവിടെ നിന്ന് ശ്രമിച്ചാലും വായകൾക്ക് സീല് വെക്കപ്പെട്ട് ഈ ഗ്രന്ഥം അത് സത്യം വിളിച്ചു പറയും, നിങ്ങൾക്കെതിരായി സത്യം വിളിച്ചു പറയും. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം എഴുതി വെക്കാൻ ഞാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഒരു നുസ്ഖ്, ഒരു കോപ്പി അള്ളാന്റെ അടുക്കലുണ്ട് എന്ന് ചുരുക്കം. സഹോദരന്മാരെ, നമ്മൾ എന്ത് നന്മ ചെയ്താലും എന്ത് തിന്മ ചെയ്താലും അതിന് ഒന്നാമത്തെ സാക്ഷി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഏത് കൂരിരുട്ടിലും ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചാലും നമ്മൾ ഏതൊക്കെ തെറ്റ് ചെയ്താലും ആ തെറ്റൊക്കെ അള്ളാഹു നാളെ സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തന്നിട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് കൊണ്ടുവരും. ഒന്നാമത്തെ സാക്ഷി അള്ളാഹുവാണ്. അറിയുക, രണ്ടാമത്തെ സാക്ഷി ആരാണ്? രണ്ടാമത്തെ സാക്ഷികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകളാണ്. എന്തൊന്ന് ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ രേഖപ്പെടുത്തി വെക്കുന്ന മാന്യന്മാരായ എഴുത്തുകാരെ അള്ളാഹു ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സാക്ഷിയായി അള്ളാഹു മാത്രം മതി. പക്ഷേ മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പണി ഏൽപ്പിച്ചത് എന്തിനാണെന്നറിയുമോ? നാളെ നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, നാളെ പരലോകത്ത് അള്ളാഹുവിനോട് കുതർക്കിക്കാതിരിക്കാൻ വേണ്ടി, തർക്കിക്കാതിരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന സൂക്തങ്ങളാണ്. വഇന്ന അലൈക്കും ലഹാഫിളീൻ, സൂറത്തുൽ ഇൻഫിത്താറിന്റെ സൂക്തം. വഇന്ന അലൈക്കും ലഹാഫിളീൻ, തീർച്ചയായും നിങ്ങളുടെ മേൽ ചില മേൽനോട്ടക്കാരുണ്ട്. നിങ്ങൾ എന്തൊന്ന് പ്രവർത്തിച്ചാലും അതിന് സാക്ഷികളായ ചില ആളുകളുണ്ട്, മലക്കുകളുണ്ട്. കിറാമൻ കാത്തിബീൻ, രേഖപ്പെടുത്തി വെക്കുന്ന ചില മാന്യന്മാരായ ചില എഴുത്തുകാരുണ്ട്. തെറ്റെഴുതി വെക്കാത്ത, ഇല്ലാത്തത് എഴുതി വെക്കാത്ത, ഉള്ളത് മാത്രം രേഖപ്പെടുത്തി വെക്കുന്ന മാന്യന്മാരായ ചില എഴുത്തുകാരുണ്ട്, മലക്കുകളുണ്ട്. അവരുണ്ടല്ലോ യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം ആ മലക്കുകൾ അറിയുന്നുണ്ട്, അറിഞ്ഞ് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. സൂറത്തു കാഫിലൂടെ വീണ്ടും നമുക്ക് കാണാം മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ കഴിയൂല, അവരുടെ അടുത്ത് തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകൻ ഉണ്ടാകാതെ ഒരു വാക്ക്, ഞാൻ പറയുന്ന ഈ വാക്ക്, ഇപ്പോൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വാക്ക് പോലും രേഖപ്പെടുത്തി വെക്കുന്ന റഖീബ് അതീദ്, റഖീബുൻ അതീദ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകൻ ഉണ്ടാകാതെ ഒരു വാക്കുപോലും നമ്മൾ ആരും ഉച്ചരിക്കുന്നില്ല, ഒരു ചെയ്തി പോലും നമ്മൾ ആരും ചെയ്യുന്നില്ല, ഒരു വിചാരം പോലും നമ്മൾ ആരും വിചാരിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാലും അറിയുക അള്ളാഹു സാക്ഷിയാണ്, അള്ളാഹുവിൻ്റെ മലക്കുകൾ സാക്ഷികളാണ്, അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ ഒരു ചിന്തകളൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മെ കൊണ്ട് സാധിക്കും. മൂന്നാമത്തെ സാക്ഷികൾ, ഏതൊരു ഭൂമുഖത്ത് വെച്ചാണോ നമ്മൾ തിന്മ ചെയ്യുന്നത് ആ ഭൂമി തന്നെ നമുക്കെതിരായി നാളെ പരലോകത്ത് സാക്ഷിയായി വരുന്നതാണ്. ഏത് നാട്ടിൽ വെച്ചാണോ, ഏത് സമയത്താണോ, ഏത് നാട്ടിലാണോ, ഏത് ഭൂമിയിലാണോ, ഏത് സ്ഥലത്താണോ നമ്മൾ തിന്മ ചെയ്യുന്നത്, എവിടെ വെച്ചാണോ നമ്മൾ തിന്മ ചെയ്യുന്നത് ആ നാട്, ആ ഭൂമി നമുക്കെതിരെ സാക്ഷി പറയും. ഇതറിയാത്തവരാരാണുള്ളത്? ചെറിയ സൂക്തങ്ങളിലൂടെ,
ചെറിയ സൂറത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, സൂറത്തു സൽസലയിലെ ആയത്താണ്. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, അന്നേ ദിവസം ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞറിയിക്കും. നാളെ ഖിയാമത്ത് നാളിൽ, പരലോകത്ത് വിചാരണയുടെ നാളിൽ, അള്ളാഹുവിൻ്റെ കോടതിയിൽ ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞറിയിക്കും. ബിഅന്ന റബ്ബക ഔഹാ ലഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ബോധനം നൽകിയത് നിമിത്തം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, അതദറൂന മാ അഖ്ബാറുഹാ, ഭൂമിയുടെ സംസാരം എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ? ഭൂമി സംസാരിക്കുമെന്ന് സൂറത്തു സൽസലയിൽ പറയുന്നുണ്ടല്ലോ. ആ ഭൂമിയുടെ സംസാരം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബത്ത് പറഞ്ഞു, അള്ളാഹുവിനെയും തുടർന്ന് റസൂലിനുമാണ് കൂടുതൽ അറിയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഫഇന്ന അഖ്ബാറഹാ, ഭൂമിയുടെ സംസാരമെന്നാൽ അൻ തശ്ഹദ, അത് സാക്ഷ്യം വഹിക്കലാണ്. എന്തിന്? അലാ കുല്ലി അബ്ദിൻ ഔ അമതിൻ, ഒരു അടിമ സ്ത്രീയോ ഒരു അടിമ പുരുഷനോ, ഒരു സ്ത്രീയും പുരുഷനും ചെയ്ത ഏത് അമലുകൾക്കും, ബിമാ അമില അലാ ലഹരിഹാ, ഭൂമിയുടെ പുറത്ത് വച്ച് ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ചെയ്ത ഏതേത് അമലുകൾക്കും സാക്ഷി പറയലാണ് ഭൂമിയുടെ സംസാരം. അത് പള്ളിയിൽ വെച്ചായാലും, ഭൂമിയിൽ വീടുകളിൽ വെച്ചായാലും, അങ്ങാടികളിൽ വെച്ചായാലും, മറ്റെവിടെ വച്ചായാലും, ലോകത്തിൻ്റെ ഏത് കോണിൽ വെച്ചായാലും, ആരുടെയും ദൃഷ്ടിയിൽപ്പെടാത്ത സ്ഥലത്ത് വെച്ചാണെങ്കിലും നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. ഭൂമി നമുക്കെതിരെ സാക്ഷി പറയും. എന്താണ് അതിൻ്റെ സാക്ഷി? അൻതഖൂല, ആ ഭൂമി വിളിച്ചു പറയും, അമില കദാ വ കദാ, അവൻ ഇപ്രകാരം ചെയ്തിട്ടുണ്ട്, ഇന്നാലിന്ന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. യൗമ കദാ വ കദാ, ഇന്നാലിന്ന ദിവസം അവൻ ഇന്നാലിന്ന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്, തിന്മകൾ ചെയ്തിട്ടുണ്ട്, നമുക്കെതിരായി സാക്ഷി പറയും. അതുകൊണ്ട് സഹോദരന്മാരെ, 3 സാക്ഷികളെയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. 1 അല്ലാഹു സുബ്ഹാനഹു വ തആല, 2 അല്ലാഹുവിൻ്റെ മലക്കുകൾ, 3 നമ്മൾ ഏത് ഭൂമുഖത്ത് വെച്ചാണോ തിന്മകൾ ചെയ്യുന്നത് ആ ഭൂമി തന്നെ നമുക്കെതിരായി സാക്ഷി പറയും. ഈ സാക്ഷികളൊക്കെ മറികടന്നിട്ട് വേണം നമുക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യാൻ. സാധ്യമല്ല തന്നെ. അതുകൊണ്ട് എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ഈ സാക്ഷികളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി തിന്മകളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിലോകത്ത് നിശ്ചയിച്ചിട്ടുള്ള 2-3 സാക്ഷികളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഒന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. നമ്മുടെ ശരീരാവയവങ്ങൾ തന്നെ നമുക്കെതിരെ സാക്ഷി പറയും. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും തിന്മ ചെയ്യുമ്പോൾ അവർ സാക്ഷിയാണല്ലോ. നമ്മളൊരു തിന്മ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണും കാതും കൈയും കാലുകളും എല്ലാം സാക്ഷികളാണ്. നമ്മൾ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന, സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ശരീരാവയവങ്ങൾ പോലും നാളെ വിചാരണ വേളയിൽ നമുക്കെതിരെ സാക്ഷി പറയാനുണ്ട്. നമുക്കേവർക്കും അറിയാവുന്ന സൂറത്തു യാസീനിലെ സൂക്തം നമുക്കറിയാം. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, കളവ് പറയാൻ ശ്രമിക്കുമ്പോൾ കുറ്റവാളികളുടെ വായകൾക്ക് അല്ലാഹ് സീൽ വെക്കും. എന്നിട്ടോ വതുകല്ലിമുന ഐദീഹിം, അല്ലാഹ് പറയാണ് വതുകല്ലിമുന ഐദീഹിം, അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും, അല്ലാഹുവിനോട് കാര്യങ്ങൾ പറയും. വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ ഇഹലോകത്ത് വെച്ച് സമ്പാദിച്ച പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾക്കെല്ലാം അവരുടെ കാലുകൾ സാക്ഷി പറയുകയും ചെയ്യും.
കൈകൾ പറയുമ്പോൾ അത് ശരിയാണ് എന്ന് കാലുകൾ സാക്ഷി പറയുകയും ചെയ്യും. തീർന്നോ? സൂറത്തുൽ ഫുസ്സിലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എടുത്തു വായിക്കേണ്ടതാണ്, വിശദീകരണങ്ങൾ നമ്മൾ വായിക്കേണ്ടതാണ്. സൂറത്തുൽ ഫുസ്സിലത്തിന്റെ 19 മുതൽ 22 വരെ. നാളെ വിചാരണ വേളയിൽ മഹ്ശറിൽ വെച്ച് വയൗമ യുഹ്ശറു അഅദാഉല്ലാഹി ഇലന്നാർ ഫഹും യൂസഊൻ, അല്ലാഹുവിന്റെ ശത്രുക്കളെ നാളെ നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുവരും. കന്നുകാലികളെ തെളിച്ചു കൊണ്ടുവരുന്നത് പോലെ അള്ളാഹുവിന്റെ ശത്രുക്കളെ, ഇഹലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ ആയത്തുകളെ കാറ്റിൽ പറത്തിയവരെ, അവിശ്വസിച്ചവരെ, ഈ ദീനിനെ കളിയാക്കിയവരെ, രഹസ്യമായി തിന്മ ചെയ്തവരെ അല്ലാഹു സുബ്ഹാനഹു തആല നാളെ നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുവരും. ഈ സമയത്ത് ഹത്താ ഇദാ മാ ജാഊഹാ, ആ നരകത്തിലേക്ക് എത്തുമ്പോ ഷഹിദ അലൈഹിം സമഉഹും വഅബ്സാറുഹും വജുലൂദുഹും, ഷഹിദ അലൈഹിം, ആ കുറ്റവാളികൾക്കെതിരിൽ സാക്ഷി പറയും. സമഉഹും, ഈ മനുഷ്യന്മാരുടെ കാത് സാക്ഷി പറയും. വഅബ്സാറുഹും, അവരുടെ കണ്ണുകൾ സാക്ഷി പറയും. വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ, അവർക്കെതിരായി അവർ പ്രവർത്തിച്ചതിനെ പറ്റി അവരുടെ തൊലികളും അവർക്കെതിരെ സാക്ഷി പറയും. നിസ്സഹായരായ ആ കുറ്റവാളികൾ നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആ കുറ്റവാളികൾ സ്വദഖല്ലാഹു വറസൂലുഹു, അല്ലാഹും അല്ലാഹുവിന്റെ പ്രവാചകനും പറഞ്ഞത് സത്യം തന്നെയാണ്, യാതൊരു കളവല്ലാത്തൊരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ആ ദിവസത്തിൽ കുറ്റവാളികളുടെ നിസ്സഹായതയെക്കുറിച്ച് വഖാലൂ ലിജുലൂദിഹിം, തൊലികളോട് അവർ പറയും, ചോദിക്കും, ലിമ ശഹിദ്തും അലൈനാ, ഞങ്ങൾക്കെതിരെ എന്തിനാണ് നിങ്ങൾ സാക്ഷി പറയുന്നത്? ഞങ്ങൾക്കെതിരെ എന്തിനാണ് നിങ്ങൾ സാക്ഷി പറയുന്നത്? തൊലികൾ പറയും, അൻതഖനല്ലാഹു അല്ലദീ അൻതഖ കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അല്ലാഹു എന്നെ സംസാരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ വസ്തുക്കൾക്കും മിണ്ടാനുള്ള, സംസാരിക്കാനുള്ള കഴിവ് നൽകി അല്ലാഹു ഞങ്ങളെയും സംസാരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു അവസാനം നമ്മോട് പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, വമാ കുൻതും തസ്തതിറൂന അൻ യശ്ഹദ അലൈക്കും സമഉകും വലാ അബ്സാറുകും വലാ ജുലൂദുകും, ഈ കൈകളും അതുപോലെ തന്നെ കേൾവിയും കണ്ണുകളും അതുപോലെ തന്നെ തൊലികളും നിങ്ങൾക്കെതിരെ സാക്ഷി പറയാനുണ്ട്. അങ്ങനെ ഒരു നാള് വരാനുണ്ട് എന്നോർത്തുകൊണ്ട് ഒരിക്കലും നിങ്ങൾ തിന്മ ചെയ്യാതിരുന്നിട്ടില്ലല്ലോ എന്ന് വിലപിച്ചത് കൊണ്ടായില്ല. അന്ന് നിങ്ങൾ യഥേഷ്ടം തിന്മകൾ ചെയ്തു. അള്ളാഹു പറഞ്ഞ ഓരോ കാര്യവും കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിച്ചു. പറഞ്ഞു തരാൻ, നന്മകൾ ഓതിത്തരാൻ ആളുണ്ടായിട്ടും അത് ഓതി തന്നിട്ടും പറഞ്ഞു തന്നിട്ടും കളിയാക്കിക്കൊണ്ട് നിങ്ങൾ തിരിഞ്ഞു നടക്കുകയാണ് ചെയ്തത്. ഈ കണ്ണും ഈ കാതും ഈ തൊലികളും എൻ്റെ കൈകളും നാളെ എനിക്കെതിരെ സാക്ഷി പറയും. അങ്ങനെ ഒരു രംഗം വരാനുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് തിന്മകളിൽ നിന്ന് നിങ്ങൾ മാറി നിന്നിട്ടില്ലല്ലോ. വലാകിൻ ظننتم അന്ന അല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ അധികവും അല്ലാഹു അറിയുകയില്ല എന്ന് നിങ്ങൾ ധരിച്ചു വെക്കുകയും ചെയ്തു. അതുകൊണ്ട് ശിക്ഷ അനുഭവിച്ചോളൂ എന്നുള്ള അർത്ഥത്തിൽ സഹോദരന്മാരെ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞതിൻ്റെ ചുരുക്കം, ഏതേത് തിന്മ ചെയ്യുകയാണെങ്കിലും ആ തിന്മ ചെയ്യുമ്പോൾ ഒരുപാട് സാക്ഷികൾ മറികടന്നിട്ട് വേണം നമുക്ക് ആ തിന്മ ചെയ്യാൻ. ആരും കാണുന്നില്ല എന്ന മിഥ്യാധാരണ വേണ്ട. അള്ളാഹു കാണുന്നുണ്ട്. അള്ളാഹു ഏർപ്പാടാക്കിയ മലക്കുകൾ കാണുന്നുണ്ട്. നമ്മൾ ഏത് സ്ഥലത്ത് വെച്ചാണോ തിന്മകൾ ചെയ്യുന്നത്, ആ ഭൂമി പോലും ഇത് നാളെ പരലോകത്ത് വിളിച്ചു പറയും. നമ്മോടൊപ്പമുള്ള നമ്മുടെ ശരീരാവയവങ്ങൾ വിളിച്ചു പറയും. ഈ ധാരണ ഏത് തിന്മ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. പരമാവധി തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതിനുള്ള തൗഫീക്കിന് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നാളെ ഒരു കൂട്ടം ആളുകൾ സ്വർഗത്തിലേക്കും ഒരു കൂട്ടം ആളുകൾ നരകത്തിലേക്കും ആനയിക്കപ്പെടുമ്പോൾ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, തിന്മകളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഫലസ്തീനിലും ഗസയിലുമൊക്കെ ഒരുപാട് വേദനകൾ കടിച്ചമർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് സഹോദരന്മാർ, പിഞ്ചുമക്കൾ, വൃദ്ധജനങ്ങൾ, അള്ളാഹുവെ, അവർക്കെല്ലാവർക്കും നിർഭയത്വം നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ.
അല്ലാഹുവേ ഇസ്സത്തോടു കൂടി ജീവിക്കാനുള്ള തൗഫീഖ് അവർക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവേ അവരുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ പരിപൂർണമായിട്ടുള്ള ശിഫാഇനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ അവരുടെ എല്ലാവരുടെയും കടങ്ങൾ നീ ഇല്ലാതാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാവരുടെയും നല്ല നല്ല ആഗ്രഹങ്ങൾ നീ സഫലീകൃതമാക്കി തരണേ റഹ്മാനെ. എവിടെ വെച്ച് മരിക്കുമ്പോഴും എപ്പോൾ മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين والحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.